राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा हरे हरे राम राम हरे हरे जय गौरानिता जय गौरानिता जय गौरानिता जय गौरानिता जय जय गौरानिता जय गौरानिता जय गौरानिता जय गौरानिता जय गौरा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा श्रील प्रभु जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरु हरे कृष्णा हरे कृष्णा രണ്ടും കൂടി പാടുമ്പോൾ ശ്വാസം കിട്ടൂല ഒരാള് കൂടെ പാടിയാലല്ലേ നമുക്ക് റെസ്റ്റ് കിട്ടുള്ളൂ ആരും മിണ്ടാണ്ടിരുന്ന ഞാൻ ഹരേ കൃഷ്ണ അപ്പൊ ഇന്ന് നമ്മള് പഠിക്കാൻ പോണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 നമ്മൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കണു 18ആയി 18ന്റെ പകുതി ഏതാണ്ട് കഴിയാറായി നമ്മൾ സാധാരണ ഭഗവത്ഗീത ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിന്നുപോകാറ പതിവ് വളരെ ദുർലഭമായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഇടയ്ക്ക് വിട്ടുപോകും പക്ഷെ ഇത് നമുക്ക് 18ാമത്തെ അധ്യായം 16ാമത്തെ ശ്ലോകമാണ് ഇനി കുറച്ചും കൂടി ഉള്ളൂ അത് വലിയൊരു ഭാഗ്യം നമ്മളുടെ ഭാഗ്യം നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉള്ളതുകൊണ്ട് അത് മുഴുവനാവുന്നേ ഉള്ളൂ അപ്പോ അതിന് പ്രഭുപാദിന് ഒരു 100 നന്ദി നമ്മൾ തന്നെ പറയണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ചു പോവാൻ വായിക്കാനെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹരേ കൃഷ്ണ പിന്നെ നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത ശ്ലോകം 16
ഇതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലെ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേ. I was born in the darkest ignorance. My spiritual master opened my eyes with torch of knowledge. I offer my respectable obeisances unto him. Vandeham Sri Gurum Sri Udapadakamala Sri Gurum Vaishnavacha Sri Rupam Sagrajadam Sagana Raghunathanidam Tam Sajeevam Sadhvedam Savadudam Parijana Saridam Krishna Chaitanya Devam Sri Radha Krishna Padan Sagana Lilita Sri Vishaganidam Cha He Krishna Karuna Sindhu Dina Bandhu Jagatpade Robesha Gopika Kanda Radha Kanda Namustude Tapta Kanjana Gaurangi Radhe Vrindavani Sri Rishabhanusude Devi Pranamami Hari Priye Vancha Kalpadarubhecha Karva Sindhu Kevaja Padidanam Pavanebhyo Vaishnavebhyo Namo Namah. Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhaktivinoda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tado Jayamudire Nasha Prayesha Abhadresho Nityam Bhagavata Sevaya Bhagavate Uttama Shloke Bhaktir Bhavati Naishtayim. Hare Krishna Namo Bhagavate Vasudevaya Sri Krishna Paramatma Namaha. Hare Krishna. Hare Krishna. Om Namo Bhagavate Vasudevaya Sri Krishna Paramatma Namaha. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത ശ്ലോകം 16. ഞാൻ 3 പ്രാവശ്യം ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ, എല്ലാവരും വായിക്കൂ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ പശ്യതി ദുർമതി. ന സ പശ്യതി. ഹരേ കൃഷ്ണ. വായിക്കൂ. ജ്ഞാനം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം പ്രതികർത്താരം താരം കേവലം തുയാ പശ്യത്യകൃത ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം പ്രതികർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതി ബുദ്ധ്യത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യതി കൃതി ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതി ബുദ്ധ്യത്വാ ന പശ്യതി ദുർമതി.
തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതി ബുദ്ധിത്വാ ന സ പശ്യതി ദുർമതി തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതി ബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. പശ്യേദം കൃതി കർത്താരം ജ്ഞാനം കേവലം തുയാ പശ്യത്യകൃതി ബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി. ഹരേ കൃഷ്ണ. പദാർത്ഥം തത്ര അതിൽ, അത് കർമ്മകാരണ വിഷയത്തിൽ, ഏവം സതി ഇങ്ങനെയിരിക്കെ, യാതൊരു വ്യക്തി അകൃത ബുദ്ധിത്വാത് ബുദ്ധിയില്ലായ്മയാൽ കേവലം കേവലനായ ആത്മാനം ആത്മാവിനെ കർത്താരം കർത്താവെന്ന് പശ്യതി കാണുന്നു, ദുർമതി മൂഢനായ താ അവൻ ന പശ്യതി യഥാർത്ഥത്തിൽ കാണുന്നില്ല. ഹരേ കൃഷ്ണ. വിവർത്തനം ശീല പ്രഭാത് കി ജയ്. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. എപ്പോഴും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. പക്ഷെ അത് ഇവിടെ ഭഗവാൻ പറയുന്ന ഈ കർമ്മമൊന്നും നിങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ഈ 5 ഘടകങ്ങളാണ് ഒന്നാമതായിട്ട്. മനസ്സിലാവും. അവസാനം പരമാത്മാവിന്റെ അനുമതിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യണതാണ് എന്നുള്ള ധാരണ ആദ്യം ഞാൻ മാറ്റിവെക്കാം. ഇത് ഞാനുണ്ടാക്കി, അത് ഞാനുണ്ടാക്കി, അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം ആവുന്നവരെ ഞാൻ പലതും ചെയ്തു, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള ധാരണ നമുക്കുണ്ടാവും അല്ലെ. അടുക്കളയിൽ കുക്ക് ചെയ്യണോ, ഇത് സാമ്പാർ ഞാൻ ഉണ്ടാക്കി, അത് ഉണ്ടാക്കി, ഇതിന്റെ ഒക്കെ ഞാൻ തന്നെ, ഇതൊന്നും ഞാനല്ല ഉണ്ടാക്കണെന്നുള്ള ധാരണ നമുക്ക് വേണം. അത് ഏത് തരത്തിൽ ധാരണ എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അപ്പൊ നാളെ മുതൽ ഞാനൊന്നും ചെയ്യണ്ട, എല്ലാം ഭഗവാൻ ചെയ്തോളെന്ന് പറഞ്ഞ് മാറിയിരുന്നാലോ. ഇന്ന് ദോശയ്ക്ക് ചട്നി മാത്രം മതി, സാമ്പാർ വേണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. അതിന്റെ എൻജോയർ നമ്മളാണ്. കാരണം അത് ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതിന്റെ പ്രതികരണം ഞാൻ അനുഭവിക്കണം. കാരണം ഇത് സാമ്പാറില്ലാതെ കൊണ്ട് ഞാൻ ദോശ കഴിക്കേണ്ടി വന്നു. അത് കാരണം എന്താ? ഞാൻ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണേന്നുള്ള ധാരണ നമ്മൾ മാറ്റിയിട്ട് ഇതിന് അനുമതി തരുന്നത് ഭഗവാനാണ്. അതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം ആദ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാന്ന് വെച്ചാൽ, നമ്മളിപ്പോ എന്തെങ്കിലും എന്തിനാ നമ്മൾക്ക് 11ാമത്തെ അധ്യായം തന്നെ അർജുനന്റെ കാര്യം തന്നെ പറയാം. അർജുനന് വിശ്വരൂപം കണ്ടു. അർജുനാണെങ്കിൽ വലിയ മഹാനാണ്. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമാനാണ്, എല്ലാം കൊണ്ടും തികഞ്ഞവരാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ആൾ എപ്പോഴും തികഞ്ഞതായിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ. ഒന്നിനും കുറവുണ്ടാവില്ല. ബുദ്ധിയായാലും എല്ലാം തന്നെ നല്ല മികവുള്ള ആളായിരിക്കും. അദ്ദേഹത്തിന് ഈ വിശ്വരൂപം കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. എന്താ? അപ്പൊ പിന്നെ നമ്മളാരും പറയാനില്ലല്ലോ. അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു മനസ്കനായിട്ടും അദ്ദേഹത്തിന് വിശ്വരൂപം കാണാൻ കഴിഞ്ഞില്ല. ഭഗവാൻ അനുഗ്രഹിച്ച് ദിവ്യ ചക്ഷുഷു കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിനുള്ള കണ്ണുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് ഭഗവാൻ തന്നെ കൊടുത്തതാണ്, അതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത്. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള എനർജി എവിടെ നിന്നാ കിട്ടിയത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രവൃത്തി ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാ വരുന്നത്?
അതും ഭഗവാനാ തരുന്നത്. അതിന്റെ സാധനങ്ങള് ഇത് ആരാ തരുന്നത്? അതും ഭഗവാൻ തന്നെ. നമ്മുടെ ഇന്ദ്രിയങ്ങള്, അതിനുള്ള കഴിവ് ആരാ തരുന്നത്? അതും ഭഗവാൻ തന്നെ. ഒക്കെ ഭഗവാനാ തരുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഈ സംശയിക്കണേ? ഇത് ഞാൻ ചെയ്തു, അത് ഞാൻ ചെയ്തു പറയണോ? പറയേണ്ട കാര്യമില്ല. ഇത് ഞാൻ ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ തന്നു, അത് തന്നെ വലിയൊരു കാര്യമായി അല്ലെ? ഇത് ഇത്രയൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞൂല കൃഷ്ണ, അത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും അത് അദ്ദേഹമാണ് ചുരുക്കൂട്ടി തന്നത് ഇത് ചെയ്യാനായിട്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റത്തടിയായിട്ടാ പോകുമ്പോഴും ഒറ്റത്തടിയായിട്ട് പോകണം. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പോകുമ്പോൾ ഇട്ട് കൊണ്ടുപോയില്ല. അപ്പൊ ഇതിന്റെ ഇതൊക്കെ ആരുടെ? ഭഗവാന്റെയാണ്. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. അത് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കൊണ്ടൊക്കെ സാധിക്കുന്നത് ഭഗവാന്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഈ ഭാവാർത്ഥം കുറച്ചേ ഉള്ളൂ നമ്മൾ വായിക്കാൻ. എന്നാലും ഭാവാർത്ഥം: പരമാത്മാവ് തന്റെ സുഹൃത്തെന്ന നിലയിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നുവെന്ന് ആ മൂഢൻ അറിഞ്ഞുകൂടാ. മൂഢൻ നമ്മളെയാണ് ഈ പറയണത്. പരമാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള ധാരണ തന്നെ നമുക്കില്ല അല്ലെ? ആ ധാരണ, പരമാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള ധാരണ പോലും നമുക്കില്ലാണ്ടാണ്. അല്ല, നമുക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോ ഇതൊക്കെ കുറെ കാലമായിട്ട് വായിച്ച് പഠിച്ച് അല്ലെ, എന്തായാലും പറയാ, തഥാസ്തു 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 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം. ഇതിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഒന്നും അറിയില്ല. ഒക്കെ ഞാൻ ചെയ്യണു, എന്റെ അച്ഛന്റെ, ഇത് എന്റെ അമ്മയുടെ, അല്ലെങ്കിൽ ഇത് ഒക്കെ ഇത് എന്റെ എന്നുള്ള ആ ധാരണ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വന്നത് തന്നെ. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ വന്ന് പെട്ടുപോയി. ആരോ കൊണ്ടുവന്ന് നമ്മളെ ആക്കി തന്നു. അതിന് അദ്ദേഹത്തിനോട്, നമ്മളെ കൊണ്ടുവന്ന് ആക്കിയ അദ്ദേഹത്തിന് നമുക്ക് നന്ദി പറയണം. ഞാൻ വന്ന ആളിപ്പോ ഇല്ലാന്ന് തന്നെ പറയാം. ആളെ കണ്ടിട്ടില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അദ്ദേഹം എവിടെ പോയി? പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്നുള്ള, അതാണ് എന്റെ അവസ്ഥ. അപ്പൊ നന്ദി പറയാൻ അദ്ദേഹത്തിനില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് എല്ലാവരുടെയും കാര്യം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, എന്ത് തന്നെ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ കാര്യം പൂർണ്ണമാവും. അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ലാത്തോളം അത് ചിലപ്പോ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് വരും, ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ. ആധ്യാത്മികമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൽ പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്ത വരുള്ളൂ. അപ്പൊ ഇവിടെ പരമാത്മാവ് തന്റെ സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതിനൊരു കഥ പറയാന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. ഞാൻ പെട്ടെന്ന് സമയമാണെങ്കിൽ ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കും, മുഴുവൻ പറയാനും പറ്റില്ല. ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു ഭക്തനുണ്ടായിരുന്നു. ആ ഭക്തൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പ്രഭുപാദ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കൂലേ, നാമം ജപിച്ചുകൊണ്ടും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും. അതുപോലെ ഇദ്ദേഹം ബീച്ചിൽ കൂടെ, കടപ്പുറത്ത് ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാറ് പതിവുണ്ട്. ചിലപ്പോൾ കാലത്തായിരിക്കും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും. നാമം ചോദിച്ച് ഇങ്ങനെ പോകും. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ നടക്കാനായിട്ട്. പക്ഷെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ 4 കാല് കാണാം. 4 കാലിന്റെ അടയാളം. അതെന്തടപാട്? ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ ഈ 4 കാല് വന്നേ? അദ്ദേഹം സംശയമായി. പിന്നെ നടന്നു ഇങ്ങനെ ദിവസവും ഇങ്ങനെ 4 കാല് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഇദ്ദേഹം പിന്നെ അധികമൊന്നും ചിന്തിക്കാൻ നോക്കിയില്ല. എന്തെങ്കിലും ആവട്ടെ, വരുന്നിടത്ത് വരട്ടെ, അങ്ങനെ പോയി. ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുകൾ വന്നു. വീട്ടിലെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്നുള്ള അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ഓരോ പ്രശ്നം വന്നു. അദ്ദേഹം ആകെ വിഷമായി. അദ്ദേഹത്തിന് നാമം ജപിക്കാൻ പറ്റില്ല. ആകെ ഒരു പ്രശ്നം. അങ്ങനെ ബീച്ചിൽ കൂടെ പിന്നെയും നാമം ജപിച്ച് ഇങ്ങനെ നടക്കുക. നോക്കുമ്പോ എന്താ, പിന്നിൽ നോക്കിയപ്പോ 2 കാലേ ഉള്ളൂ. ഒരു കാലം എവിടെയോ പോയാവോ. വിഷമായി അദ്ദേഹത്തിന്. അത് ശരി, ഇതാണ് ഭഗവാൻ അല്ലേ. ഞാൻ ഇത്രയും നല്ല രീതിയിൽ നാമം ചോദിച്ചപ്പോ അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആകെ ബുദ്ധിമുട്ടി, എനിക്ക് നടക്കാൻ തന്നെ പറ്റാണ്ടായി, എനിക്ക് കാല് നീങ്ങലില്ല മുന്നോട്ട്. അപ്പൊ നോക്കിയപ്പോ അദ്ദേഹം എന്റെ കൂടെ ഇല്ല. ഇതാണോ ഭഗവാൻ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, എടാ മൂഢ, നീയല്ല ഞാൻ നടക്കണേ, ഞാനാ നടക്കണേ. നീ എന്റെ തോളത്തായിരിക്കണേ, നിന്നെ ഞാൻ നടത്തിപ്പിക്കണില്ല. എന്റെ തോളത്താ നീ ഇരിക്കും, ഞാനാണ് നടക്കണേ. ആ കാലാണ് ആ കാണണേന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇത്തരത്തിലുള്ള നമ്മുടെ കാര്യങ്ങള്, നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലും നമുക്കറിയില്ല അല്ലെ. എന്തെല്ലാം കാര്യത്തിന് നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങള് നമ്മള് ഭഗവാൻ ദൂരീകരിച്ച് തന്നുണ്ട് അല്ലേ. എന്ന് ആലോചിച്ചു നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാലും അത് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാം തന്നെ നമുക്ക് അത് റിയലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിട്ടില്ല. ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചിലത് നമ്മൾ അറിയില്ല. എന്നാലും എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. അതാണ് സുഹൃത്തായിട്ട്. അതെ, പരമാത്മാവ് തന്റെ സുഹൃത്തെന്ന നിലയിൽ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് കർമ്മകം നടത്തുന്നുവെന്ന് ഒരു മൂഢൻ അറിഞ്ഞുകൂടാ. ഭൗതിക കാരണങ്ങൾ
ശരീരം, കർത്താവ്, കരണങ്ങൾ, കരണം ഇന്ദ്രിയങ്ങള്, പ്രയത്നം എന്നിവയാണെങ്കിലും ആത്യന്തിക കാരണം പരമദിഗോത്തമ പുരുഷനാണ്. ഉറപ്പിച്ച് ഭഗവാനാ നമ്മളോട് പറഞ്ഞു തരണേ, ഞാനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഭഗവാൻ തന്നെ നേരിട്ട് നമുക്ക് പിന്നെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഭഗവാൻ പറയുമ്പോ പിന്നെ അതിനപ്പുറം ചിന്തിക്കാനുണ്ടോ? ഭഗവാൻ അപ്പുറം, ഭഗവാൻ മുകളിലും ഇല്ല, സമമായിട്ടും ആരും തന്നെ ഇല്ല. ഭഗവാൻ പറയാണ് ഞാനാണ് ഇത് ചെയ്യിക്കുന്നത്, ഞാനാണ് ഇതിന്റെ ഉത്തരവാദി, ഞാനാണ് അത് നിനക്ക് അതിന്റെ ഫലം തരുന്നത് എന്നൊക്കെ ഭഗവാൻ പറയുമ്പോ സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ നാമം ജപിച്ച് ഇതൊക്കെ ചെയ്തു നമ്മൾ ഇതിൽ കുറെ കാലം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഭഗവാൻ പറയുന്നത് എന്താണ് ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല. അത് ആ ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. പ്രയത്നം എന്നിവയാണെങ്കിലും അത്യന്തിക കാരണം പരമജീവോത്സവം പുരുഷനെ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. 4 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, ചെയ്യുന്ന ആള്, നമ്മുടെ ഇന്ദ്രിയങ്ങള്, പിന്നെ ഉദ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ട പല രീതിയിൽ പല തരത്തിൽ നമ്മൾ ഉദ്യമങ്ങൾ നമ്മൾ ഇത് ചെയ്യണം. അത് പൂർത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലേ? ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയല്ലേ. നമ്മള് ഒന്നും വഴി കുറച്ച് ഡൈവേർട്ട് ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോഴെങ്ങനെയാന്ന് വെച്ചാല് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോ പെഡ് ചാർട്ട് എന്ന് പറയും. പെഡ് ചാർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പെഡ് ചാർട്ട്, PERT. മാതാജിക്ക് ഒരു പക്ഷെ അറിയായിരിക്കാം, ഇല്ലേ? ഇല്ല, വേണ്ട. പെഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്ന് പറയും. ഇപ്പൊ ഒരു പ്രോജക്റ്റ്, ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആദ്യം തന്നെ ഈ പെഡ് ചാർട്ട് പ്രകാരം അത് കംപ്ലീറ്റ് എഴുതി ആദ്യം ചാർട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിൽഡിംഗ് കെട്ടണമെങ്കിൽ ആദ്യം എന്താ ചെയ്യാ? നമ്മള് ആ സ്ഥലം ക്ലീൻ ചെയ്യണം. അതിന് എത്ര പേര് വേണം? 10 പേരോ 15 പേരോ എന്താ വേണം? അപ്പൊ ഈ ചാർട്ടിൽ അത് വന്നു 15 പേര് സ്ഥലം ക്ലീൻ ചെയ്യാൻ. എക്സ്കവേഷൻ എത്ര പേര് വേണം? അത് ഇന്ന മെഷീൻ വേണം, ഇന്ന ആൾ വേണം, ഇന്ന ആൾ വേണം, ഇത്ര വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇത്ര പേരെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം ഈ സ്ഥലം ക്ലീൻ ചെയ്തപ്പോ 10 പേരുണ്ടായിരുന്നു. അത് എക്സ്കവേഷൻ വന്നപ്പോ 10 പേര് വേണ്ട, 5 പേര് മതി. അപ്പൊ ബാക്കി 10 പേര് എവിടെ ചെയ്യും? അപ്പൊ ഈ പെട്ട് ചാർട്ട് എടുത്ത് നോക്കും. അപ്പൊ അതിനെ അവര് വേറെ ഇതിലേക്ക് ഉപയോഗിക്കും. കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ചാർട്ട് പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മാൻ പവർ നഷ്ടപ്പെടില്ല. മനസ്സിലായോ? അല്ലാണ്ട് ഒരാൾ വന്ന് കുഴിച്ചിട്ടു, വേറൊരാൾ വന്ന് മണ്ണിട്ടു, അങ്ങനെയല്ല. ഇതിനൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്. സ്ഥലം ക്ലീൻ ചെയ്യാൻ 4 ദിവസം, അല്ലെങ്കിൽ എക്സവേഷന് 10 ദിവസം. ആ പീരീഡിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്യും. അതാണ് അതിന്റെ ആ ചാർട്ടിന്റെ ഗുണം. അത് ചാർട്ട് പ്രകാരം പോകുമ്പോഴേ നമുക്കത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുള്ളൂ. അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നതുപോലെയാണ് ഇവിടെ നമ്മള് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നാം പ്ലാൻ ചെയ്യും. ഏതെല്ലാം തരത്തിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്യണം. ചിലതിന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിരിക്കും, ചിലതിന് അത് വേണ്ടി വരില്ല. അപ്പോ അതിനെത്ര പേര് വേണം? ഇതാണ് ഉദ്യമങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉദ്യമങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ എന്ത് പറ്റും? കുറെ ചെയ്തു, കുറെ ആയി, കുറെ നടന്നു, കുറെ നടന്നില്ല, അവസാനം പ്രോജക്റ്റ് അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ സർക്കാർ ജോലിയൊക്കെ അങ്ങനെ നടക്കില്ല. ഒരു പ്ലാൻ ഇല്ലാതെ ചെയ്തു വരുമ്പോ ഈ ബാക്കി വരുന്ന മാൻ പവർ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നീണ്ട് ഇങ്ങനെ പോവാണ്. അതാണ് പറ്റുന്നത്. അപ്പോ അതുകൊണ്ട് നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടർക്ക് നഷ്ടം, സർക്കാരിന് നഷ്ടം, നമുക്കും നഷ്ടമാണ്. ഈ ഒരു പ്ലാൻ അഞ്ചാന്ന് പറയണ പ്ലാൻ ഇല്ലാണ്ട് ചെയ്യണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മഴ വരുമ്പോ എന്ത് ചെയ്യണം? അതിനും കാണണം. ചിലപ്പോ ഭയങ്കരമായിട്ട് വെയിലായിരിക്കും, അപ്പൊ പണിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ പെടിച്ചാട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്നും ബാക്കി ചെറിയൊരു കാര്യമാണെങ്കിലും അതും ആ ചാർട്ടിൽ ഉണ്ടായിരിക്കുന്നല്ല. അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴേക്കും നമ്മള് തിരക്കാവും. ഏതായാലും പണി കഴിഞ്ഞല്ലോ, അപ്പൊ വലിയ ഒരു സാമറ്റിലാവും. അനുസരിച്ച് ശ്രദ്ധയില്ലാണ്ടാവേണ്ടെന്ന് പറഞ്ഞാൽ ഈ ആ പണി കുറെയൊക്കെ മുടങ്ങും, കുറെയൊക്കെ അവസാനം വേണ്ട രീതിയിൽ അവസാനിപ്പിക്കാൻ ചെയ്യാൻ പറ്റാതെയോ. ഇപ്പൊ പെഡ് ചാർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. ലാസ്റ്റ് എത്ര പേര് ബാക്കിയുണ്ട്, എത്ര പേര് ഇന്ന് ചെയ്യാൻ ബാക്കിയുണ്ട്, അതൊക്കെ ഓരോന്ന് കഴിയുമ്പോൾ നോട്ട് ചെയ്ത് പോവാണ്.
അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒരു പ്രോജക്റ്റ് ലാഭത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ അതെ ഇതേപോലെ തന്നെ നമ്മൾ പല ഉദ്യമങ്ങളും ഉണ്ടാവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതനുസരിച്ച് നമ്മൾ ഈ ഉദ്യമങ്ങൾ മാത്രം മതിയോ? ഈ നേരത്തെ പറഞ്ഞ ഈ 3-4 കാര്യങ്ങൾ അത് വേണ്ട കൂടെ വേണം. അത് കൂടെ നിന്നാലേ ഇത് തീരുള്ളൂ. കൂടെ നമ്മൾ അനുമതി തരുന്ന ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പരമവും കർമ്മക്ഷമവുമായ കാരണത്തെയും ഓർക്കണം. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവനാണ് താൻ തന്നെ കർത്താവെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനത് അത്രേ അറിവുള്ളൂ. കാരണം ഇപ്പം ആത്മീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മള് CC ക്ലാസ്സിൽ നമ്മൾ പഠിച്ചോണം, നമ്മുടെ ആത്മീയതയും ഭക്തിയും തമ്മിൽ രണ്ടും വ്യത്യാസം ഉണ്ടെന്ന് പറയാം. ഡിവോഷനിലും മേലെയാണ് ഇത് നിൽക്കുന്നത്. ഏത് എന്താണ്? അല്ല, ഡിവോഷനാണ് മേലെ നിൽക്കുന്നത്. ഭക്തിയിലും ഈ ഭക്തിയുത സേവനത്തിലും മേലെയാണ് ഡിവോഷൻ നമ്മൾ മനസ്സിലാക്കിയത്. കാരണം വെച്ചാൽ ഡിവോഷൻ ആകുമ്പോൾ കുറേം കൂടി ആ തലത്തിൽ മേലെയായി എന്നതുപോലെ നമ്മള് സിമ്പിളായിട്ട് കാണുന്നത് അത് നമുക്ക് കാണാൻ ഈ അർജുനനെ പറ്റിയാണ് നമുക്ക് കാണാനുള്ള ചക്ഷുഷ് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയണം. അപ്പൊ ഇവിടെ ഹരേ കൃഷ്ണ. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വിവരിക്കുന്നതെന്ന് വെച്ചാൽ ശരിയായ പരിശീലനം കിട്ടാത്ത ആൾക്കാരാണ് അത് ഇങ്ങനെ കണ്ടത്. ശരിയായ നമ്മൾ പറഞ്ഞോണം ബേസിക് ഇല്ലാത്ത, ആത്മീയമായിട്ടുള്ള ബേസിക് ഇല്ലാത്തവര് അവരുടെ ചിന്താഗതിയാണ് ഇങ്ങനെ ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നും. ശരിയായ പരിശീലനം നേടാത്തവർ അബദ്ധവശാൽ തീരുമാനിക്കുന്നു അത് ഞാനാണ് ചെയ്യുന്നതെന്ന്. മനസ്സിലായോ? അതിന്റെ കർമ്മത്തിന്റെ കാരണം ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അതേപോലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ പരമപുരുഷനെ പരമാത്മാവ് ഉണ്ടെന്നുള്ള ഒരു ധാരണ മുതൽ അവർക്കില്ല. അത്തരത്തിലാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയെന്ന് പറയാൻ. അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അഹങ്കാരം ആ കർമ്മഫലത്തിനോടുള്ള താല്പര്യം. അതുകൊണ്ടാണ് ഇത് ഞാൻ തന്നെയാ ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. മനസ്സിലായോ? തീർച്ചയായിട്ടും പ്രവൃത്തി ചെയ്താൽ അതിന് ഫലം ഉണ്ടാവുമല്ലോ. ഫലം എനിക്ക് വേണം. ആ അഹങ്കാരം നമ്മുടെ മൂത്ത് വരുമ്പോഴാണ് അപ്പൊ ഭഗവാനൊന്നും അല്ല, ഭഗവാൻ ഉണ്ട് ഇല്ലെന്നുള്ളതിന് ഇവിടെ അവർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നിട്ടില്ലല്ലോ. അതാണ് അവർക്ക് പറ്റുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എന്താണ് 5 കാര്യങ്ങൾ? എന്താണ്? നമുക്ക് ശരീരം വേണം. ശരീരം, പിന്നെ ഇത് ചെയ്യാനുള്ള ആള് വേണം. ഞാനാണ് ചെയ്യുന്നത്, ഞാൻ വേണം. പിന്നെ ഇന്ദ്രിയങ്ങൾ, ചെയ്യാനുള്ള ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പിന്നെ ഈ ഉദ്യമങ്ങള്, പിന്നെ പരമാത്മാവ്. ഈ 5 ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ഈ പ്രോജക്റ്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയണം. ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മായയ്ക്ക് അടിമപ്പെട്ട കാരണം എന്ത് പറഞ്ഞു? ഈ ആത്മാവ് ഇതിനിടയ്ക്ക് വരുന്നു. ഈ കർമ്മത്തിൽ ആത്മാവ് ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു തോന്നലുണ്ടായെന്നാ പറയണേ. അപ്പോ അങ്ങനെ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ശുദ്ധിതയില്ല. ശുദ്ധമായിട്ട് ബുദ്ധി അതനുസരിച്ച് വളരാത്തോണ്ടാണ് നമ്മൾ എന്ത് വിചാരിച്ചത്, തെറ്റിദ്ധാരണ വന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വരുന്നത്. ഇങ്ങനെയുള്ളവർ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നേരെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിനെ തന്നെ പരമാത്മാവിന്റെ രൂപത്തിലുള്ള സ്ഥിതനായ ഭഗവാനെ തന്നെ അവര് പഴി ചാരുന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാരണവും ഇതിന്റെ സാക്ഷിയുമാരാണ് ഈ പറഞ്ഞ പരമാത്മാവാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ കുറച്ചു പേര് മാത്രമേ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നുള്ളൂ. ഞാനല്ല ഇത് ചെയ്യുന്നല്ലേ. നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പ്രഭു
പ്രഭുവിന്റെ ക്ലാസ് വളരെ ഉഗ്രന. അപ്പൊ എന്താ എടുക്കുന്ന ആള്, ഇതൊന്നും ഞാനല്ല ചെയ്ത്, നമ്മുടെ ആചാര്യന്മാരെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, അല്ലെ, അല്ലാണ്ട് ഞാൻ ചെയ്തെന്ന് ഏതെങ്കിലും പ്രഭു പറയോ? ഇല്ല, പറയില്ല. അവരുടെ അനുഗ്രഹം കൊണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു. അത് വേണ്ട രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു. അത്രേ ഉള്ളൂ. ഈ വായിച്ചതിന്റെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു ഝലക്ക് നമുക്ക് അന്നേരം നമുക്ക് മനസ്സിൽ വരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് പറയാം. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രശ്നം വരുന്നത് ഇവിടെയാണ്. ഞാനാണ് ഉത്തരവാദി. ഒരുപക്ഷെ നല്ലത്, അതിന്റെ റിസൾട്ട് നന്നായിരിക്കാം, ഒരുപക്ഷെ അത് റിസൾട്ട് മോശമായിരിക്കാം. എന്നാലും പറയും ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ പറയും, അല്ലെ? അതും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കർമ്മഫലത്തിന്റെയും അഹങ്കാരത്തിന്റെയും മായയുടെ പിടുത്തം, മായയുടെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ മായയെന്ന് വിട്ടു നിൽക്കണമെങ്കിൽ പല വഴികളുണ്ട്. നാമം ജപിക്കണം, എന്താണ് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിലും വേണ്ട, ഈ ശാരീരികമായിട്ടും എല്ലാവരും ഇരുന്ന് ഉറങ്ങണം. എൻ്റെ ഹരേ കൃഷ്ണ. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മള് ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹമായിട്ട്, ഇതൊക്കെ കിട്ടിയത് ശരിയാണ്, ഇതൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് കിട്ടിയത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അഹങ്കാരത്തിനെയും ഈ എന്താ പറയാ, നമ്മുടെ ഈ കർമ്മത്തിന്റെ ഫലത്തിനെയും നമുക്ക് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കും. അല്ലാത്തോടത്തോളം കാലം അത് എൻ്റേതെന്നുള്ള അതോടുകൂടി അങ്ങനെ പോകും. അതേപോലെ തന്നെ പിന്നെ ഈ അധ്യായത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അധ്യായത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ അധ്യായത്തിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിയെ ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് അവസരവും തരികയാണ് ഈ അധ്യായത്തിൽ കൂടെ ആരോ ഭഗവാൻ. മനസ്സിലായോ? അപ്പോ ആ അവസരം പാഴാക്കാതിരിക്കുക. ഇതിൽ കൂടെ ഇങ്ങനെയുള്ള അറിവ് തന്നെ പല രീതിയിലുണ്ട്. ഈ അറിവ് അതേസമയം നമ്മള് എന്താണ് ചൈതന്യ ചരിതാമൃത്തി പഠിച്ചോണം. അറിവെന്ന് പറഞ്ഞ ഒരു ഉപകരണം, ഒരു എന്താ പറയാ, എന്താ അതിന് പറയാ, ഒരു ആയുധമാണ് അറിവെന്ന് പറയണത്. ഈ ആയുധം മോശമായിട്ടുള്ള ശുദ്ധി ഇല്ലാത്ത ഒരാളുടെ കയ്യിലാണ് കിട്ടിയെന്നുണ്ടെങ്കിലോ, ഈ അറിവ് വെച്ചിട്ട് അവൻ ചെയ്യാവുന്ന നാശമൊക്കെ ചെയ്തു വെക്കും, അല്ലെ? ആ അറിവുകൊണ്ട് നാശം നമുക്ക് സംഭവിക്കുകയുള്ളൂ. അതേസമയം ഈ അറിവ് ശരിയായ രീതിയിൽ ഇപ്പം തന്നെ നമ്മൾ കാണില്ലേ, ന്യൂക്ലിയർ ഒക്കെ ഉണ്ടാക്കി. ന്യൂക്ലിയർ കണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഇപ്പൊ അത് ആൾക്കാരെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലോ, വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ക്ഷേമത്തിന് വഴിയുണ്ടാകും. ലോകത്തിൽ എന്താ പറയാ, ലോകോ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും ക്ഷേമമുണ്ട്. അതേസമയം അത് മറ്റുള്ള കാര്യങ്ങൾക്ക്, എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന് ഇങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നാശമാണ്. ഇതല്ലേ പ്രഭുവാദമാണ് 10,000 വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 10,000 വർഷത്തിന് ശേഷം നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാശം തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ രക്ഷപ്പെടണം. അതിനുമുമ്പ് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി നാമസങ്കീർത്തനം ചെയ്യുക എന്നുള്ളതാണ്. നാമത്തിന് അപ്പുറം ഒന്നുമില്ല. നാമം കൊണ്ട് എല്ലാം നേടാന്നാ പറയണത് പ്രഭുപാദ. എല്ലാ കാര്യവും നാമം കൊണ്ട് നമുക്ക് നാമസങ്കീർത്തനം കൊണ്ട് നേടാം. അപ്പൊ 10,000 വർഷത്തിനുള്ളിൽ നമ്മൾ രക്ഷപ്പെടുക. അതിന് ഇതേപോലെയുള്ള സത്സംഗത്തിലൊക്കെ വരിക. സത്സംഗത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും വരണം. ഒരു ദിവസം വന്നു, പിറ്റേ ദിവസം വന്നില്ലാതെ അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാല് ഈ കണക്ഷൻ വിട്ടുപോകും നമ്മള്. ഇപ്പൊ ഇന്ന് നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചോളൂ. അത് പറയുന്ന ആളുടെ കഴിവ് പോലെ ഇരിക്കും. എന്തെങ്കിലും മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇത് അങ്ങനെ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടും. ഇത് ഇന്ന് വന്നു, ഇനി നാലാഴ്ചക്ക് എനിക്ക് ഒരു മാസം വന്നില്ല. അപ്പൊ ഇവിടെ എന്താ നടന്നതെന്നും ഇവിടെ എന്താ പറഞ്ഞതെന്നും നമുക്ക് മനസ്സിലാവൂല. പിന്നെ അത് ഈ കേട്ട് പിന്നെ എടുക്കണേ പിന്നെ 2 ആഴ്ച പിടിക്കും. അതാണ് നമുക്ക് പറ്റുക. അപ്പൊ ആവുന്നിടത്തോളം എന്താണ് ഡോക്ടർ പ്രഭു വരുന്ന പോലെ എല്ലാ ആഴ്ചയിലും വരാൻ ശ്രമിക്കുക. അപ്പോ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പൊ ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സാ വാചാ കർമ്മണ ഏത് എങ്ങനെ നമ്മൾ പ്രവൃത്തി ചെയ്താലും ഇതിന്
ഈ ആത്മാവ് നമുക്ക് വേണമെന്നുള്ളതാണ്. ആത്മാവ് ആദ്യമയം ഈ ആത്മാവ് ചെയ്യുന്നു എന്ന് ഏതെങ്കിലും ഈ ആത്മാവ് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ക്രെഡിറ്റ് ആത്മാവ് പറയണം, എനിക്ക് വേണം, ഞാനത് ചെയ്തെന്ന് പറയാറുണ്ടോ? ഇല്ല, ആത്മാവ് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്നത് എന്താ ചെയ്യുന്ന, മറ്റുള്ളവർ പറയുന്നത് അവർക്ക് വീക്ഷണം, ശരിയായ വീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ്. അതേപോലെ ആത്മാവ് പറയില്ല. ആത്മാവ് കൂടെ നിൽക്കാം, ആത്മാവിന് റോളുണ്ട് കേട്ടോ. അപ്പൊ വിചാരിക്കുന്നു ഈ ആത്മാവിന് റോളും ഇല്ല അല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ സോള് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കേണ്ട, അതിനൊരു റോളുണ്ട്, അത് പറയാം. അപ്പോ ഈ ആത്മാവ് ഇത്രയൊക്കെ ചെയ്യുന്നതിന് കൂടെ നിന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നില്ല, ആത്മാവ് എടുക്കുന്നില്ല. ആത്മാവ് എടുക്കണമെങ്കിലോ ആത്മാവ് അതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അത് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻജോയർ ആരാവും? നമ്മളാവും അതിന്റെ എൻജോയർ. നമ്മളാണോ എൻജോയർ? ഈ പ്രവൃത്തി ചെയ്യുന്നതിന്റെ എൻജോയ് അനുഭവിക്കുന്നത് നമ്മളല്ല, അത് നമുക്കറിയണം. അപ്പൊ ആത്മാവ് തീർച്ചയായിട്ടും അതിനൊരു ക്രെഡിറ്റ് ആത്മാവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഞാനിത് നേടി, ഞാനിത് ചെയ്യും, എങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരുന്നുവെച്ചെങ്കിൽ മായയിൽ ബന്ധിതനാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിത് ചെയ്യും, ഞാനിത് നേടാം, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഇത് എന്റെയാണ്, ഇതെന്റെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതൊക്കെ ഈ കാണുന്നതൊക്കെ എന്റെയാണ്, ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്നുള്ള മെയിൻ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുക. അതാണ് ഭഗവാന്റെ ഉദ്ദേശം. ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് ഭഗവാൻ അതാണ് പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഞാനല്ല ചെയ്യണേ, ഇതൊക്കെ ഭഗവാന്റെ കഴിവുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആത്മാവ് തന്നെ ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആത്മാവിന് ഈ ശരീരം ഉള്ളതുകൊണ്ടാണ് ആത്മാവ് അതിനുള്ളിൽ നിൽക്കുന്നത്. അല്ല, ഈ ശരീരം ഇല്ലെങ്കിലോ ആത്മാവിനൊന്നും ചെയ്യാൻ കഴിയില്ല. ശരീരത്തിൽ ആത്മാവ് ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സഹകരിച്ചു കൊണ്ടുപോകാൻ ആത്മാവിന് സാധിക്കും. വേണ്ട, ഇനി ശരീരം കിട്ടി അത് ചെയ്യാനുള്ള ഊർജം നമുക്കില്ലെങ്കിലോ അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് ഉദാഹരണം അനവധി ഉണ്ട്. ഇപ്പൊ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് കൃഷ്ണാബോധം ഇല്ലെങ്കിലും അവബോധമുണ്ട്. ഞാൻ ഈ കാണുന്ന ശരീരം എന്റെ അല്ല, ഞാനല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടെന്ന് വയ്ക്കാം. പക്ഷെ അദ്ദേഹത്തിന് കയ്യിന് ശേഷിയില്ല, പ്രവൃത്തി എടുക്കാൻ കയ്യിന് ശേഷിയില്ല. എന്തു ചെയ്യും? ഈ ആത്മാവ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് കൊണ്ട്, ഈ അവബോധം കൊണ്ട് നമുക്ക് ഇത് കിട്ടുമോ? ശേഷി കിട്ടുമോ? കിട്ടില്ല. അതിന് ആര് തരണം? അത് ഭഗവാൻ തന്നെ അതിന് തീരുമാനിക്കണം. ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കയ്യിന് ശേഷി ഉണ്ടാവും, പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ ചെയ്യിപ്പിക്കുന്നൊക്കെ ഭഗവാനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കേനോപനിഷത്തില് 3-4 ശ്ലോകങ്ങളുണ്ട്. ഏതാണ്? 1.4.8 ആണ്. 1.4.8, 9, 10, 11. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ്, അത് കേൾക്കാൻ രസമാണ്. അതിൽ പറയുന്ന ബ്രഹ്മൻ എന്നാണ്. ബ്രഹ്മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവബോധ, കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ എന്നാണ് ആ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഈ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് വേണം? അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടണം. അത് എവിടുന്ന് കിട്ടും? അത് ഭഗവാനിൽ നിന്നാണ് ആ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അത് വന്നാലേ നമുക്ക് പ്രവർത്തിക്കാൻ. അതേപോലെ സംസാരശേഷി, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന സംസാരശേഷിയെ പറ്റിയാ പറയുന്നത്. സംസാരിക്കാൻ ശേഷി നമുക്ക് എവിടുന്നാ കിട്ടണേ? ഈ അവബോധം കൊണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് കൊണ്ട് നമുക്ക് കിട്ടൂല. അത് സംസാരിക്കാനുള്ള ശേഷി ഭഗവാന്റെ ഇൻസ്പിറേഷൻ കൊണ്ട്, ഭഗവാൻ തരുന്ന ഇൻസ്പിറേഷൻ കൊണ്ട് നമുക്കത് കിട്ടുള്ളൂ. എങ്കിലേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്ന മനസ്സും ബുദ്ധിയുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. പക്ഷെ അതിനുള്ള ഊർജം കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ എന്ത് ചെയ്യും? അപ്പൊ ഈ ഊർജം എവിടെ നിന്നുണ്ടാവും? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കാരണം ചെയ്യാൻ അവബോധം കൊണ്ട് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവബോധം അത് തീർച്ചയായിട്ടും അതിന് പ്രചോദനം കിട്ടിയാലേ നമുക്കത് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അടുത്ത ശ്ലോകത്ത് കണ്ണില്ല. കണ്ണുണ്ടെങ്കിൽ തന്നെ ശരിക്ക് ഈ നേരത്തെ പറഞ്ഞോളം അങ്ങനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കണ്ണിന് കാഴ്ച ഭഗവാനാണ് തരുന്നത്. അപ്പൊ അതിനെന്ത് വേണം?
ആ ഭഗവാന്റെ കാരുണ്യ, ദയ കൊണ്ട്, ദയം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കാണാൻ സാധിക്കൂ എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞു. അത് അടുത്തത് ജീവവായു, അത് പ്രധാനമാണ്. ഈ ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് പുറത്തേക്ക് വിടുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ എന്താണ് ശ്വാസകോശത്തിന് എന്തെങ്കിലും മെഷീനോ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അത് തന്നെ ഇങ്ങനെ എയർ വലിക്കും, ബാക്കിയുള്ളത് പുറത്തേക്ക് വിടും. ഇങ്ങനെയാണ് അല്ലെ? ഒന്നും അതിന്റെ പക്ഷെ അതിനുള്ള ഊർജ്ജം എവിടെ നിന്ന് കിട്ടുന്നത്? എന്ന് ആലോചിച്ചു നോക്കും. നമുക്ക് ഈ ശ്വാസം എന്ന് പറയുന്നത് 84 ലക്ഷം വർഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മളെ അതില് ഈ ചരാചരങ്ങൾ കുറെ ഉണ്ട്. ഈ ചരാചരങ്ങളിൽ എല്ലാവർക്കും ശ്വാസോച്ഛ്വാസം ഉണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും ശ്വാസോച്ഛ്വാസം വേണം. ഇത് ആരും ഇല്ലാണ്ട്, ഒരാളും പിന്നിലില്ലാണ്ട് ഇത് ശ്വാസോച്ഛ്വാസം ചെയ്തു നോക്കും, ആലോചിച്ച് നോക്കും. കോടാനുകൂടിയാണ്. അത് ആരാ ചെയ്യുന്നത്? ഒരേ ഒരു ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നോക്കൂ, എന്തൊരു മാഹാത്മ്യമാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലെ? എല്ലാവർക്കും ശ്വസിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുകയാണ്. ശ്വാസം വിടുക, ശ്വാസം വലിക്കുക, ശ്വാസം വിടുക. ഇതുണ്ടെങ്കിലേ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അത്രയും മാഹാത്മ്യം നമ്മുടെ ഭഗവാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും പറയുന്നത് എന്ത്? ഞാനിത് ചെയ്തു, ഇത് എന്റെ എന്നുള്ളതാണ് വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഉറപ്പിക്കുക, ഇതൊന്നും നമ്മുടേതല്ല, നമ്മളല്ല ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള അല്ല. ഒരു കാര്യം 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പറയണതിന്റെ ഉദ്ദേശം എന്താ? 3 പ്രാവശ്യം പറയുമ്പോൾ അത് ഉറപ്പായി. ഒരു പ്രാവശ്യം പറഞ്ഞ് വിടുകയല്ല ഇരിക്കണം. അതാണ് തഥാസ്തു 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 എന്ന് ഉറപ്പിച്ചു തരികയാണ് നമുക്ക്. ഭഗവാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അധ്യായത്തെ കൂടി ഇത് തന്നെയാണ് നമുക്ക് പറയണത്. ഇതൊന്നും നിങ്ങളല്ല ചെയ്യുന്നത്, ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ജീവവായുവിന് നമ്മള് പ്രഭുപാദ്, ഹരേ കൃഷ്ണ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രഭുപാദ് 16 റൗണ്ട് മാല ജപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് ആലോചിച്ചോ എന്താ കാര്യം എന്ന്. 16 റൗണ്ട് എന്താ? 20 റൗണ്ട് ആയിക്കൂടെ, അല്ലെങ്കിൽ 32 ആയിക്കൂടെ? മിനിമം 16 ജപിക്കണം എന്ന് പ്രഭുപാദ് നിർബന്ധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം നമ്മൾ നാമം ജപിക്കും, 16 പ്രാവശ്യം ഭഗവാന്റെ പേര് പറയുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 16 പ്രാവശ്യമായി. 16 പ്രാവശ്യം ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ജപിക്കുമ്പോ. ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര എന്തോരം ദയാണ് നമ്മൾ കാണിക്കുന്നത് നോക്കും. അതെ, ഈ 16 108 പ്രാവശ്യം ജപിക്കുമ്പോൾ ഒരു റൗണ്ട് ആവുന്നത്. അപ്പൊ എത്രയായി? 108 × 16. ഇതുപോരാ, ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി പിന്നെ 16 റൗണ്ട് വേണം. അപ്പൊ പിന്നെ എങ്ങനെ? × 16 അപ്പോ 16 × 108 × 16 എത്രയെന്നറിയാമോ? 26,742 പ്രാവശ്യം നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കേണ്ടത് ഒരു ദിവസം. ഈ 16 കൊണ്ട് ജപിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. അതിനിടയ്ക്ക് കുറെ ജപിക്കണ്ട, അത് പോട്ടെ. മിനിമം നമ്മൾ ഇത്രയെങ്കിലും ജപിക്കുന്നുണ്ട്. അപ്പോ അടുത്ത ചോദ്യം ഡോക്ടർക്കാണ് ചോദിക്കാൻ പോകുന്നത്. ഒരാള് ഒരു ദിവസം എത്രയുണ്ട് എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടെന്ന് ഞാൻ പരീക്ഷിക്കാൻ പറയല്ല. പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുങ്ങിയത് 26,000 മേലെ, അത് എത്രയെന്ന് അവർക്ക് അറിയുള്ളൂ, ജപിക്കുന്നുണ്ടെന്ന്, ശ്വാസോച്ഛ്വാസം വിടുന്നുണ്ടാവും ഒരു ദിവസം. അപ്പൊ ഈ ഓരോ ശ്വാസത്തിലും നമുക്ക് ഭഗവാന്റെ നാമം കൊണ്ടുവരണം. എത്ര അതിന്റെ ആ കാൽക്കുലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാള് 26,742 പ്രാവശ്യം നാമം ജപിക്കുന്നത്, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭഗവാന്റെ നാമം വരണം. പിന്നെ നമ്മള് വൈകുണ്ഠത്തിലല്ലാണ്ട് എവിടെ പോവാനാ എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വൈകുണ്ഠത്തിൽ പോണ്ടേ? വൈകുണ്ഠത്തിലേ പോവുള്ളൂ. കാരണം ഇത്രയും നാമം ഒരു ദിവസം നമ്മൾ ജപിക്കും. നമ്മളെ കൈവിടുവോ ഭഗവാൻ? പ്രഭുപാദ് പറഞ്ഞു, ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാം. കൈ പിടിച്ച് പിന്നിൽ കൂടെ കൂടാന്ന്, ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല. കാരണം നമുക്ക് അത്രയും അതിനുള്ള അർഹതയില്ല. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ പിന്നിലത്തെ വാതിലിൽ കൂടെ നിന്നെ വൈകുണ്ഠത്തിൽ എത്തിച്ചോളാന്ന് പറയണത്. അപ്പൊ ഇത്രയും ജപിക്കുന്ന നമ്മൾ എവിടെയാ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളിപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ച് പൊങ്ങിയില്ലേ? ആ ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ച് പൊങ്ങിയില്ലേ? എല്ലാവരും പൊങ്ങിയിട്ടുണ്ടാവും.
അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയുണ്ടോ, അത്രയും ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നുന്നു. ഒരു പൊങ്കൽ പൊങ്ങിയിട്ടുണ്ടാവുക ഇല്ല എന്ന് ആരും പറയണ്ട, എനിക്കറിയാതെ എല്ലാവർക്കും പോകും. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പൊങ്ങി പോകും. സത്വഗുണത്തിന് മേലെ നമുക്ക് അബദ്ധം പറ്റുന്ന ഇവിടെയാണ്. സത്വഗുണത്തിൽ വരുമ്പോ ഞാൻ സത്വഗുണത്തിലായി, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അത് എന്റെ ആരതി ചെയ്യുന്നുണ്ട്, പ്രഭാതിനെ നമസ്കരിക്കുന്നുണ്ട്, എല്ലാവർക്കും നമസ്കരിക്കും, എല്ലാ ഭക്തന്മാരുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു തോന്നലായി, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു, ആ തോന്നൽ വരുമ്പോ തന്നെ പതനം ഉറപ്പാ. അവിടെ അതാണ് പ്രഭാത് പറയുന്നത്, സത്വഗുണത്തിലായാലും ഒരുപക്ഷെ നിങ്ങൾക്ക് പതനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ അഹങ്കാരം നമുക്ക് വരും. ഈ കാര്യം ശരി, നമ്മളാണ് ചെയ്യുന്നത്, ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ തന്നെയാണ് ചെയ്തത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ തോന്നൽ വരുമ്പോ കഴിഞ്ഞു, അവിടെ അഹങ്കാരം വന്നു, പതനം ഷുവറാണ്. അപ്പൊ സത്വഗുണത്തിൽ നിന്നാ പോരാ, അതിനപ്പുറവും വൈഷ്ണവരാവണം എന്നാണ് പറയണത്. പിന്നെ പറയുന്നത്, അപ്പോ നാമജപത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇനി പറയുന്ന ആത്മാവിന്റെ കാര്യമാണ്. ആത്മാവിന് നമ്മൾ വിചാരിക്കേണ്ട, ഇതിലൊന്നും ഒരു റോളും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാവിന് റോളുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞത്, നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോ എങ്ങനെയാണ്? കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഡ്രൈവർ വന്നിട്ട് വണ്ടിയുടെ 4 വശം നോക്കും, എന്തെങ്കിലും എയർ കുറവുണ്ടോ, അല്ലെങ്കിൽ അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് അതിലിരിക്കുക. എന്നിട്ട് താക്കോലിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെ? ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗിയറിലിട്ട് വണ്ടി മുന്നോട്ട് പോകും. വണ്ടി മുന്നോട്ട് പോകുമ്പോ എന്താണ്, എത്രയുണ്ട് മുന്നോട്ട് പോകണം, ആരാ തീരുമാനിക്കുന്ന? ഡ്രൈവറാണ്. നീ മുന്നോട്ട് പോയി എങ്ങോട്ട് തിരിയണം, ഏത് വഴിയിലും കൂടെ പോകണം, ഏത് വഴി കൂടെ പോകണം, എവിടുന്നൊക്കെ ആളെ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ എവിടുന്നൊക്കെ സാധനങ്ങൾ എടുക്കാനുണ്ട്, ഇതൊക്കെ തീരുമാനിക്കേണ്ട ആരാ? അത് ഡ്രൈവറാണ്. ഡ്രൈവർക്കേ അത് അറിയുള്ളൂ. അപ്പൊ എവിടെ ബ്രേക്ക് ചെയ്യണം, എവിടെ സിഗ്നല് ഉള്ളയിടത്ത് നിർത്തിയിട്ട് വേണം പോവാൻ, അല്ല സിഗ്നൽ ഇല്ലാതെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടും. ഇതൊക്കെ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്, ഡ്രൈവറുടെ കയ്യിലാണ്. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ആത്മാവ് ഇരുന്നും കൊണ്ട്, ആത്മാവ് നമ്മള് ശരീരത്തിൽ ഇരുന്ന് എല്ലാ പ്രവൃത്തികളെയും അദ്ദേഹം ഈ ആത്മാവ് സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി, വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അനുകൂല സാഹചര്യങ്ങൾ ആത്മാവ് ഉണ്ടാക്കി തരികയാണ്. അപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, മനസ്സിലായി? അപ്പൊ ആത്മാവിന് റോള് ഇല്ല എന്നും വിചാരിക്കണ്ട. അതെന്താ, ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം ആത്മാവിന് ആവശ്യപ്പെടുന്നുമില്ല. ഇത് തന്നെ ഇതാണ്. പിന്നെ പറയുന്നത്, അപ്പോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക്, സമയം 12:30 നിർത്തണം, അതോ 10 മിനിറ്റോടൊന്നും ആവൂല ഇനി, അതുകൊണ്ട് നിർത്തി. ഇത് ചില ഉദാഹരണങ്ങളാണ്. നമുക്ക് ഈ നമ്മള് CC ക്ലാസ്സിൽ പഠിച്ച എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതിന് സമയമില്ല. പഠിച്ചത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണന്റെ അത് ഏതായാലും ഞാൻ പറയാൻ തീരുമാനിച്ചു. നമ്മള് ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറുതായിട്ടൊരു അവലോകനം, ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട് അല്ലെ? ഈ നരോത്തമ കൃഷ്ണദാസ് ശരിയാണ്, അദ്ദേഹത്തിന് അത് ആ ഗുണമുണ്ട്, ഈ ഗുണമുണ്ട്, അദ്ദേഹം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അദ്ദേഹം അല്ലെങ്കിൽ മോശമാണ്, ഇങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഞാനുണ്ട്. അവിടെ ഇരിക്കുന്നത് നരോത്തമ കൃഷ്ണനാണെങ്കിലും നരോത്തമ കൃഷ്ണൻ താൻ വേറൊരാളാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, അല്ലെ? ഇതാർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ ആരും അറിയുന്നില്ല, അറിയാൻ സാധിക്കില്ല. അപ്പൊ ഇതാണ് നമുക്കിവിടെ ചൈതന്യചരിതാമൃതത്തിൽ പഠിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കൃഷ്ണൻ. പിന്നെ കൃഷ്ണന്റെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്, അത് പറയാൻ നേരമില്ല. അപ്പൊ കൃഷ്ണൻ എന്നുള്ള വ്യക്തി ഭഗവാനാണെങ്കിലും ഭഗവാന്റെ ഉള്ളിലും ഇതേപോലെ ഒരു ഭഗവാൻ ഉണ്ടായിരിക്കും, അല്ലെ? അത് അറിയാം? അത് ആർക്കും അറിയില്ല. അത് രാധാറാണിക്ക് അറിയാവുന്നവരാണ്. രാധാറാണിക്ക് അറിയാം. അപ്പൊ രാധാറാണി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങള് ഒരു കോട്ടവും തട്ടാതെ കണ്ട്
ഈ കൃഷ്ണൻ എന്നുള്ള ആ കൃഷ്ണനെ ഒരു കോട്ടവും തട്ടാതെ കണ്ട് നമുക്ക് ലോകർക്ക് പറഞ്ഞു തരണം, ലോകർക്ക് കൊടുക്കണം. അതിനെന്താണ് വഴി? അതിനാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നപ്പോ രാധാറാണി അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൽ കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള കൃഷ്ണനെ നമ്മൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ വരണം. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ 2:45 വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും വരുവാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയെ എനിക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യാ? കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അല്ലെ? ആ കുട്ടിയുടെ അപ്പി കോരേണ്ടി വരും, ചിലപ്പോൾ മൂത്രമൊഴിക്കും, മേത്ത് മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുളിപ്പിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യവും. അതിന് വലുതായി കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കണം, വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവരും ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവനെ ഡിഗ്രിക്ക് പറഞ്ഞയക്കണം, എന്നാലും തീരുമോ? ഇല്ല, എന്നാലും തീരില്ല. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. എനിക്കൊരു അപ്പൻ എന്ന് പറയും. അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ മുത്തച്ഛന്റെ അനിയനാണ് അപ്പൻ എന്ന് വിളിക്കണത്. അപ്പൊ ഞങ്ങൾക്കൊരു അപ്പൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചില സമയത്ത് പറയുന്നൊക്കെ ഭയങ്കര എന്റെ അർത്ഥവത്താണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കുട്ടികളുണ്ടാവുന്ന കാര്യവും കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യവും അവരെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വലുതാക്കി കൊണ്ടുവരുന്ന. അപ്പൊ അദ്ദേഹം പറയണം, ഇതൊക്കെ ചെയ്തു എന്നാലും തീരൂല്ല കേട്ടോ. എന്നുവെച്ചാൽ വലുതായി, പഠിപ്പിച്ചു, ആവശ്യമുള്ള വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു, ഇതൊക്കെ ചെയ്തു, എന്നാലും തീരുന്നില്ല കേട്ടോ. അതെന്താ ചോദിക്കുക? എന്താ അതോ? അവൻ ആ വേളി കഴിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. വേളി കഴിക്കുന്നവരെ, കല്യാണം കഴിക്കുന്നവരെ നമ്മുടെ കൂടെ, അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. എത്ര കറക്റ്റാന്ന് വെച്ചാൽ അദ്ദേഹം വലിയ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെയല്ല അദ്ദേഹം പറഞ്ഞത്. ആ നമ്പൂരി ഭാഷയിൽ പറയുമ്പോൾ അതൊരു രസം വേറെ ആയിരിക്കും. അപ്പൊ ഈ വേലി അതും കഴിഞ്ഞ് അതും പോരാന്ന് പറയണേ, എന്നാലും ആയില്ല. നമ്മളെ പട്ടറ എവിടെയാ? നമ്മളെ ശ്മശാനത്തിൽ കൊണ്ടുപോയി തീയിൽ വയ്ക്കൂലേ, അതുവരെ നമ്മുടെ കൂടെ അവനുണ്ടായിരിക്കുന്ന പറയണം. അപ്പൊ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഇവിടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കുട്ടിയുടെ കാര്യം, കുട്ടിക്ക് എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. അപ്പൊ ആ കുട്ടി എങ്ങനെയാണ് നമുക്ക് ഒരു പ്രത്യുപകാരം, നമുക്ക് എങ്ങനെയാണ് ആ കുട്ടി ഇത്രയൊക്കെ ചെയ്തു കൊടുത്തതിന് ഒരു പ്രത്യുപകാരം നമുക്ക് ചെയ്യണമല്ലോ, ചെയ്യണം. അപ്പൊ അതിനെന്താണ്? അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന് നമുക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു പ്രത്യുപകാരമായിട്ട് നമ്മൾക്ക് കാണാനാണ് പറയണത്. അല്ലാണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്ക് ചെയ്തു കൊടുത്തോന്ന് എനിക്ക് തിരിച്ചു തരാൻ അവരെ കൊണ്ട് സാധിക്കില്ല അല്ലെ? ഒരിക്കലും സാധിക്കില്ല. അതേപോലെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അവന് കുട്ടി ഉണ്ടാകുമ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യുപകാരമായി എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കും. ഇതിന് ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെ കൃഷ്ണാവധത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? കൃഷ്ണാവധം പ്രചരിപ്പിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുട്ടിയെ വളർത്തിയെടുത്തതുപോലെ ഈ കൃഷ്ണാബോധം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നാണ് പറയണത്. അതില് പകർന്നു കൊടുക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലര് ഡയറക്റ്റ് സ്വീകരിക്കും, ചിലരെ നമ്മൾ നിർബന്ധിക്കേണ്ടതായിട്ട് വരും, ചിലരെ നമ്മൾ ശാസിക്കേണ്ടതായിട്ട് വരും, ചിലരെ നമ്മുടെ കൂടെ കൂട്ടി ഇത് കൊടുക്കേണ്ടതായിട്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. നമ്മുടെ ഉദ്യമങ്ങളാണ് അവിടെ ഈ പറയുന്നത്. പല ഉദ്യമങ്ങളിൽ കൂടി വേണം നമ്മളെ കൃഷ്ണാബോധം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അതിന് പിന്നോട്ട് മാറരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അറിവ് ഇത് അറിവോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം പ്രമാണമായിരിക്കുന്ന പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഈ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്ന അതിന്റെ ഫലം അതൊരു പ്രമാണമായിട്ട് മാറുന്ന പറയണം. അതേസമയം നമ്മൾ പോകുന്ന ദിശ ലക്ഷ്യത്തിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ദിശ തീരുമാനിക്കാൻ. അങ്ങനെ നമ്മൾ പോയാലേ ഈ കൃഷ്ണാബോധം നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുള്ളൂ പറയുന്നത്. പിന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷം ഒക്കെ ഉണ്ടാവും, പരമാനന്ദം ഉണ്ടാവും. ഒക്കെ നമ്മൾ കിട്ടണമെങ്കിൽ എന്തുണ്ടാവും? ഇതിന്റെ പിന്നിലുള്ളത് നാമജപം. ഈ പരമാനന്ദം കിട്ടാനായിട്ട് നമ്മൾ കർമ്മം ചെയ്തിട്ടോ അല്ലെങ്കിൽ യോഗാഭ്യാസം ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ അല്ലല്ല, ഇതുകൊണ്ടൊന്നും കിട്ടില്ല. അവിടെയാണ് സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം വരുന്നത്.
അവിടെ സങ്കീർത്തനത്തോടുകൂടി ഈ നാമം നമ്മൾ ഈ കൃഷ്ണാബോധം നമ്മൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നേടാൻ സാധിക്കും. അവിടെയാണ് നാസ്തിയൈവ 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 ഗതിരന്യത എന്ന് പറയുന്നത്. അത് 3 പ്രാവശ്യം എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ സഹവാസം വേണം. ഭക്തന്മാരുടെ സഹവാസം വേണം. അതിനെന്താ ചെയ്യേണ്ടത്? ഭക്തന്മാരുടെ സഹവാസം മാത്രം പോരാ, അവരുടെ പാദധൂളി നമ്മുടെ നിറയില് സ്വീകരിക്കണം. അതേപോലെ തന്നെ അവരുടെ എന്താണ് ചരണാമൃതം അത് നമ്മൾ സേവിക്കണം. അതുപോലെ തന്നെ അവർക്ക് നിവേദിച്ച, അവർക്ക് ഓഫർ ചെയ്ത പ്രസാദത്തിന്റെ ബാക്കി നമ്മൾ കഴിക്കണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശരിയായ ഒരു ഭക്തനാവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സംശയം ഉണ്ടാവണം, സംശയം ചോദിക്കണം എന്നെങ്കിൽ എനിക്കൊരു ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്നാണ് പറയാം. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, രാഷ്ട്രീയമല്ലാണ്ട്. ഭക്തനെ ഈ വഴിക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശാസ്ത്രം നിർബന്ധിക്കേണ്ടി വരും. ചിലപ്പോ ചേർത്ത് നിർത്തണം. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഒരു പ്രമാണം എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാവും. നമുക്ക് അതെന്ന് ചെയ്യാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആവുമെന്നാ പറയാം. അതാണ് ആ പ്രമാണം എന്ന് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രത്തിന്റെ അറിവിന്റെ ബേസിലായിരിക്കും നമ്മൾ അവനെ കൊണ്ടുവരുന്നതെന്നുള്ള പറയുന്നത്. പ്രമാണം എന്ന് പറഞ്ഞാൽ പഴയ ഇതാണല്ലോ, അത് ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഒരാളെ എങ്ങനെ അയാളെ അനുസരിച്ച് അയാളെ പഠിച്ച് ഏത് രീതിയിൽ അയാളെ കൊണ്ടുവരാം എന്നുള്ളൊരു ചെറിയൊരു സൈക്കോളജി ആണ്. അതെ അതെ അതെ. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കുവോ? നടക്കില്ല. നമുക്കറിയാവുന്ന വെച്ചിട്ട് നമ്മളുടെ കഴിവനുസരിച്ച് ഓരോന്ന് പ്രഭാതം ഇപ്പൊ കൂടെ ഉണ്ടാവും. ആശ്ലേഷ്യവാ പാദരഥാം പിനശ്വ ആദർശനാം മർമ്മഹതാം കരുതുവ യഥാ തഥാവാ വിദധാതു ലംബടോ പ്രാണനാഥസ്തു സയേവ്. എന്റെ എത്ര ദുർഗണം പിടിച്ച വഴിയായാലും അങ്ങ് തന്നെയാണ് എന്റെ പ്രാണനാഥൻ എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇല്ല. ഹരിപോൾ. ഒരു കാര്യം മാത്രം 4 കാര്യങ്ങൾ പറഞ്ഞ പ്ലാനിങ്, എക്സിക്യൂട്ടിങ്, എന്താ പറയുക, വെബ്ചാറ്റ് പ്രകാരം നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ചാർട്ട് ഉണ്ടാകണം. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. റിവ്യൂ ആണ് അത് ടെക്നിക്. അതിന്റെ ടെക്നിക് അതാണ് ചോദിച്ചതല്ലേ. അതാണ് പെർത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ ഈ പെട്ടുചാട്ടം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നാറില്ല, എനിക്കറിയില്ല. രാജേഷ് പ്രഭു പെട്ടുചാട്ട് ഇപ്പൊ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലാന്ന്. കാരണം ഇപ്പൊ എല്ലാം ഈ വിരൽത്തുമ്പലത്തിലല്ലേ, എല്ലാം അങ്ങോട്ട് പോയി അതിലാണ് ഇപ്പൊ ചെയ്യുന്നത്. പെട്ടെന്നൊന്നും ഇത് ആക്ച്വലി വലിയൊരു സബ്ജക്റ്റാ. കുറെ പഠിക്കേണ്ടി വന്നുണ്ട് എനിക്ക്. ഇത് കുറെ പഠിക്കേണ്ടി വന്നുണ്ട്. ഹരേ കൃഷ്ണ. സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ആക്ച്വലി 5 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ആക്ച്വലി പഠിക്കുന്നതായിട്ട് നീറ്റ് എക്സാം ഉണ്ട്, അതിന്റെ പ്രഷറൈസ് ചെയ്യണ പാരന്റ്സിന്റെ ഒരു ഭയങ്കര പ്രഷറൈസേഷൻ. അപ്പൊ ചിലർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഏത് സബ്ജക്ട് IIT ആയിട്ട്. അപ്പൊ ചിലർ സൂയിസൈഡ് പോലും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വരുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അതേപോലെ മറ്റേ ഞാനാണ് ചെയ്തത് വലിയ പാർട്ടി കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ചെലവ് ചെയ്യുന്ന
കാണാറുണ്ട്. അതെ. സോ അങ്ങനത്തെ അതെല്ലാം ഭഗവാൻ തരുന്ന, ഭഗവാൻ ഓക്കെ ചെയ്താൽ എനിക്ക് സംഭവിക്കുന്നതോ എന്നുള്ള ആ ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ കൃഷ്ണ കോൺഷ്യസ്നസ് വരുമ്പോഴാണ് ഇത് ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അല്ലെങ്കിൽ നടക്കില്ല. എന്ത് തന്നെ നമ്മളെ എൻജോയ് ചെയ്താലും നടക്കില്ല. പക്ഷെ പരിശ്രമിക്കണം നമ്മൾ. അതെ, എൻജോയ് ചെയ്യണം. ആ ലാസ്റ്റ് പോർഷൻ അത് പൂർവ്വസാധനത്തിൽ ഭഗവാന്റെ ഫാക്ടർ വരുമ്പോഴാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ, എന്തു ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പരമാത്മാവ് ലാസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും, എങ്കിലേ പൂർണ്ണമാവുള്ളൂ. ഹരേ കൃഷ്ണ. നമുക്ക് വേണ്ടി നല്ല ക്ലാസ് ഹരേ കൃഷ്ണ. നരോത്തമ കൃഷ്ണദാസ് പ്രഭുവിന് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ. അതെയാ, അത് നല്ല കാര്യം.